മലയോരത്തിന്റെ ആരോഗ്യ പ്രതീക്ഷയ്ക്ക് ചിറകേകി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ആധുനിക കെട്ടിടം നാളെ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം ഡയാലിസിസ് സെന്ററും. മലയോര മേഖലയിലെ ആരോഗ്യരംഗത്തിന് വലിയ കരുത്തായി മാറുകയാണ് പെരിങ്ങോം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പെരിങ്ങോം ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടുകൊടുത്ത 2 ഏക്കർ 19 സെന്റ് സ്ഥലത്താണ് 2 നിലകളിലായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 12 കോടി രൂപ ചിലവിൽ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കി. ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക ഇടപെടലായി ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നു. ആശുപത്രിയിൽ 8 ഡോക്ടർമാർ ഉൾപ്പെടെ 54 സ്ഥിരം തസ്തികകളും 20 താൽക്കാലിക ജീവനക്കാരുമുണ്ട്. രോഗികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ചികിത്സ ലഭ്യമാക്കാൻ വിവിധ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ TI മധുസൂദനൻ MLA യുടെ ഇടപെടലിന്റെ ഭാഗമായി ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. വൃക്കരോഗം ബാധിച്ച മലയോര മേഖലയിലെ രോഗികൾക്ക് ഇതിലൂടെ വലിയ ആശ്വാസം ലഭിക്കും. മലയോര പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനം സ്വന്തം നാട്ടിൽ തന്നെ ലഭ്യമാക്കുന്നതിൽ ഈ ആശുപത്രി നിർണായക പങ്കുവഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത്? വീൽ അലൈൻമെന്റ്സ്, ബാലൻസിംഗ്, ടയർ ആൻഡ് പഞ്ചർ സർവീസ്, നൈട്രജൻ എയർ, കാർ വാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ്, യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ, ആധുനിക അലൈൻമെന്റ് സൗകര്യം, വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ്. ഇനി അർബാന മുതൽ JCB വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട. മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ. സുരക്ഷിതമായൊരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി. പുതിയ പാലത്തിന് സമീപം, ചെറുപുഴ.